എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചെടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്, എങ്കിലും ഒന്നും കൂടി പരിചയപ്പെടുത്താം. സിങ്കോണിയം, ആകൃതി അമ്പടയാളം, അതുകൊണ്ട് ആരോ ഹെഡ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. മാത്രമല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. ഔഷധ ഗുണമല്ല, ഔഷധ ഗുണം പോലെ തന്നെ നമുക്ക് വേണ്ടതാണ് വായു ശുദ്ധീകരിക്കുന്നത്. ശുദ്ധവായു ശ്വസിക്കുക എന്നത് വളരെയധികം ഗുണമുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണ് നല്ല ഗുണമുള്ള പ്ലാന്റാണിത്. എയർ പ്യൂരിഫയർ ആണ്. വായുവിലടങ്ങിയിരിക്കുന്ന ബെൻസീൻ, ഫോർമാൽഡിഹൈഡ് എന്നീ വാതകങ്ങളെ വലിച്ചെടുത്ത് വായുവിനെ ശുദ്ധീകരിക്കുന്നു. ഇത് ഇൻഡോർ ആയിട്ട് വെക്കാം. ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അത് ഓരോരുത്തരുടെ മനസ്സ് പോലെ ഇരിക്കും. ചിലവർക്ക് ഈ പ്ലാന്റിനോട് അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല, ചവറ് പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മളതിനെ ആസ്വദിക്കണം. നമ്മളെ ആസ്വദിച്ച് അതിൻ്റെ ആ പച്ച നിറം, അതിൽ കാണുന്ന ഡിസൈൻ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു മാനസിക ഉല്ലാസം വരുന്നതാണ്, ഒരു പോസിറ്റീവ് എനർജി വരുന്നതാണ്. നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം. അകത്തെ വായു ശുദ്ധമാകുമല്ലോ. ഇൻഡോറും ഔട്ട്ഡോറും വെക്കാം. ഔട്ട്ഡോർ തോട്ടം വൃത്തിയായി ഭംഗിയായി അലങ്കരിക്കാനും, അലങ്കാര ചെടിയുമാണല്ലോ, അലങ്കരിക്കാനും നമുക്ക് പറ്റും. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അതെന്താണെന്നോ, ഇതിൻ്റെ ഇലകളിലും തണ്ടിലും കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വിഷാംശമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ വെക്കുമ്പോഴത്തേക്കും, അകത്ത് വയ്ക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ കയ്യെത്താത്ത സ്ഥലത്തും, കുട്ടികളും വളർത്തു മൃഗങ്ങളൊക്കെ ചിലപ്പോൾ കടിച്ച് തിന്നണയൊക്കെ ഒരു ശീലമുണ്ടല്ലോ. അപ്പോൾ അതുങ്ങളെയൊക്കെ അവിടെ കയ്യെത്താതെയും അവർ പ്രവേശിക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. എന്തിൻ്റെയും മുകളിൽ കയറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുമല്ലോ, അത് വെക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഞാനെല്ലാം അതുപോലെയാണ് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ കാണിക്കാം കേട്ടോ. അത് ഇതാ കണ്ടില്ലേ, അതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷെ മുകളിലെല്ലാം കയറ്റി വെക്കാൻ നേർത്ത് തലയും കുത്തിയൊന്നും വീഴരുത് കേട്ടോ. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇരിക്കുമ്പോൾ അവരും ഇങ്ങനെ കാണാനായിട്ടൊക്കെ പറ്റും മുകളിലിരിക്കുന്നത്. ഇഷ്ടമുള്ളവരട്ടെ, ഇതിനോടൊക്കെ താല്പര്യമുള്ളവരെ അതെല്ലാം ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ വെറുതെ ഒരു ഒന്നും പറയണ്ട, ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാം. ചെടിയോട് താല്പര്യമുള്ളവരും ചെടിയെ നോക്കും, അല്ലാത്തവരും മറ്റുള്ളത് നോക്കും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഞാനും അതെ, ചില വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ചിലതൊന്നും കാണില്ല. എന്താണെന്ന് വെച്ചാൽ ചെടി ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വരും. അപ്പോൾ അത് ഓരോരുത്തരുടെ ശീലങ്ങളാണ്. നിങ്ങൾക്ക് ചെടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയെല്ലാം ചെയ്യാം. നമ്മുടെ അകത്തളം ശുദ്ധവായു കൊണ്ട് നിറയും. അത് വിഷാംശമെല്ലാം അത് നീക്കിത്തരും. കാണാനും കൗതുകം, ഒരു സന്തോഷം. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാം കേട്ടോ. പക്ഷെ അത്രയും ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് തൊടാതെയും ഒക്കെ നമ്മൾ ശീലിപ്പിക്കണ പോലെ ഇരിക്കും കുട്ടികളുടെയും പെരുമാറ്റങ്ങൾ. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെയാണെങ്കിലും ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും അവരങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകും. ഞാനിനി അടുത്ത കാര്യം പറയാം കേട്ടോ. ഈ വിശ്വാസത്തെ പറ്റിയാണ്. ഫെങ് ഷുയി വിശ്വാസപ്രകാരം ഈ ചെടിയുടെ 5 ഭാഗങ്ങളുള്ള ഇലകൾ പ്രകൃതിയിലെ 5 ഘടകങ്ങളെ, അതായത് ഭൂമി, അഗ്നി, ജലം, വായു, ലോഹം പ്രതിനിധീകരിക്കുന്നു. ഇത് 5ഉം നമുക്ക് അത്യാവശ്യമാണ്. ഭൂമിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അഗ്നിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്കെല്ലാം ഈ 5ഉം നമുക്ക് ആവശ്യമാണ്. 5 ഭാഗങ്ങളുള്ള ഇലകൾ, അതായത് പ്രകൃതിയിലെ 5 ഘടകങ്ങളെ, പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നത് മണി പ്ലാന്റ് അഥവാ പാച്ചിറ അക്വാറ്റിക്ക എന്ന ചെടിയുടെ ഇലകളാണ്. ഇതിനെ പ്രത്യേകിച്ചും ഫെങ് ഷുയി മണി ട്രീ എന്നും വിശേഷിപ്പിക്കുന്നു.
ഈ ചെടിയുടെ ഒരു തണ്ടിൽ സാധാരണയായി 5 ഇലകളാണ്. ഓരോ വിശ്വാസമാണ് കേട്ടോ. എനിക്ക് വായിച്ചിട്ടുള്ള അറിവും മാത്രമേ ഉള്ളൂ, കേട്ടിട്ടുള്ള അറിവും. നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഈ 5 ഘടകങ്ങളും പരസ്പരം പൊരുത്തപ്പെട്ടു പോകുമ്പോൾ അത് വീട്ടിൽ നല്ല ഊർജം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി, സമ്പത്ത്, സമൃദ്ധി കൊണ്ടുവരുമെന്നാണ് ഫെങ് ഷുയി വിശ്വാസം. അപ്പോൾ ഞാൻ ഫെങ് ഷുയി വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. നല്ല ഐശ്വര്യമായിരിക്കും. ഈ 5 പഞ്ചഭൂതങ്ങൾ നമ്മുടെ വീട്ടിൽ ഒത്തുകൂടി ഉള്ള ഒരു സമൃദ്ധി. ഇതൊക്കെ വിശ്വാസമുള്ളവർ വിശ്വസിക്കുക. ഇപ്പം നമ്മൾ മണി പ്ലാന്റ് ചെയ്ത് തൂക്കുമ്പോൾ നിറയെ പണം വരും എന്നൊക്കെ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.